IPL-ന്റെ 18ാം സീസണിലെ വണ്ടർ കിഡ് എന്ന് വിളിക്കപ്പെടുന്ന താരമാണ് രാജസ്ഥാൻ റോയൽസ് ഓപ്പണർ വൈഭവ് സൂര്യവംശി. സ്ഫോടനാത്മക ബാറ്റിംഗ് പ്രകടനങ്ങളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഈ പയ്യൻ ആരാധകരുടെ പ്രിയങ്കരനായി മാറുകയും ചെയ്തു. ടൂർണമെന്റിൽ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റിനുള്ള കർവ് സൂപ്പർ സ്ട്രൈക്കർ പുരസ്കാരവും വൈഭവിനെ തേടിയെത്തിയിരുന്നു. ഇപ്പോഴിതാ IPL-ന് ശേഷമുള്ള താരത്തിന്റെ ആദ്യ ബാറ്റിംഗ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. IPL കഴിഞ്ഞതോടെ ഇന്ത്യൻ അണ്ടർ 19 ടീമിന് വേണ്ടി കളിക്കാൻ തയ്യാറെടുക്കുകയാണ് വൈഭവ്. ഇതിനു മുന്നോടിയായി ബാംഗ്ലൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ താരം ബാറ്റിംഗ് പരിശീലനം നടത്തുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിലൂടെ തന്നെ ഇംഗ്ലണ്ടിലേക്ക് പറക്കുമെന്ന സൂചനയും കൂടിയുണ്ട്. IPL-ൽ നിർത്തിയ ഇടത്തുനിന്ന് തന്നെ തുടങ്ങാൻ താൻ തയ്യാറായി കഴിഞ്ഞെന്ന സൂചനയാണ് വൈഭവ് സൂര്യവംശി NCAA പരിശീലന മത്സരത്തിനിടെ നൽകിയിരിക്കുന്നത്. ഇംഗ്ലണ്ടിന്റെ അണ്ടർ 19 ടീമുമായി അവരുടെ നാട്ടിൽ 5 അനൌദ്യോഗിക ഏകദിന മത്സരങ്ങളും 2 ചതുർദിന മത്സരങ്ങളുമാണ് ഇന്ത്യൻ ജൂനിയർ ടീം കളിക്കുക. ആയുഷ് മാത്രയെ നയിക്കുന്ന ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാവും വൈഭവ്. കഴിഞ്ഞ IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം അരങ്ങേറിയ മാത്രയും മിന്നുന്ന പ്രകടനങ്ങളിലൂടെ സാന്നിധ്യം അറിയിച്ചിരുന്നു. മാത്രേ വൈഭവ് ജോഡിയായിരിക്കും ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ടീമിനായി ഓപ്പണിംഗിൽ ഇറങ്ങുക. കഴിഞ്ഞ വർഷത്തെ അണ്ടർ 19 ഏഷ്യ കപ്പിലും ഈ ജോഡിയാണ് ടീമിന് വേണ്ടി ഓപ്പൺ ചെയ്തത്. 5 ഇന്നിംഗ്സുകളിൽ നിന്നും 44 ശരാശരിയിൽ 176 റൺസോടെ വൈഭവ് കസറുകയും ചെയ്തു. ഒരു മാസത്തിലേറെ നീളുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയാണ് ചെറിയൊരു ബ്രേക്കിന് ശേഷം വൈഭവ് സൂര്യവംശി ബാംഗ്ലൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലെത്തിയത്. രാജസ്ഥാൻ റോയൽസിനായി തകർപ്പൻ പ്രകടനം നടത്തിയതിന്റെ ആത്മവിശ്വാസം NCAA ക്യാമ്പിലും താരത്തിൽ കാണാമായിരുന്നു. പരിശീലന മത്സരത്തിൽ ബൗളർമാരെ നിലം തൊടിയിക്കാതെ തലങ്ങും വിലങ്ങും ഷോട്ടുകൾ പായിച്ചാണ് വൈഭവ് കയ്യടി നേടിയത്. വമ്പൻ സിക്സറുകളും താരം അനായാസം പറത്തി. ലോങ് ഓണിന് മുകളിലൂടെയും മിഡ് വിക്കറ്റുകളുടെയുമെല്ലാം 14-കാരന്റെ ഷോട്ടുകൾ വെടിയുണ്ട കണക്കെ ചീറിപ്പാഞ്ഞു. പോയിന്റിന് മുകളിലൂടെ ഷോട്ടുകൾ അടിച്ച വൈഭവ് ക്രീസിന് പുറത്തേക്കിറങ്ങിയതും ബൗളർമാരെ തല്ലിച്ചതച്ചു. ബൗളർമാർ വേഗത കൂട്ടിയും കുറച്ചുമെല്ലാം താരത്തിനെതിരെ ബൗൾ ചെയ്തെങ്കിലും വൈഭവിന്റെ അഗ്രസീവ് സമീപനത്തിൽ ഒരു മാറ്റവും കണ്ടില്ല. IPL-ലെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ലക്നോ സൂപ്പർ ജെയിൻസിനെതിരെ കഴിഞ്ഞ മാസം 19-ന് നടന്ന മത്സരത്തിലൂടെയാണ് രാജസ്ഥാൻ റോയൽസിനൊപ്പം IPL-ൽ വൈഭവ് സൂര്യവംശി അരങ്ങേറിയത്. നേരിട്ട ആദ്യ ബൗളിൽ തന്നെ സിക്സർ പറത്തിയ താരം ക്രിക്കറ്റ് ലോകത്തെ ചർച്ചാ വിഷയമായി മാറുകയായിരുന്നു. മൂന്നാമത്തെ കളിയിൽ സെഞ്ചുറിയും കുറിച്ച് വൈഭവ് തന്റെ മികവ് വീണ്ടും തെളിയിച്ചു. ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള കളിയിൽ വെറും 38 ബോളിലായിരുന്നു വൈഭവിന്റെ സെഞ്ചുറി നേട്ടം. 36 ശരാശരിയിൽ 206.55 സ്ട്രൈക്ക് റേറ്റോടെയായിരുന്നു മുന്നോട്ട് പോക്ക്. പല റെക്കോർഡുകളും ഈ ഇന്നിംഗ്സിനിടെ താരം കടപുഴയ്ക്കുകയും ചെയ്തു. സീസണിൽ 7 മത്സരങ്ങളിലാണ് വൈഭവ് കളിച്ചത്. 36 ശരാശരിയിൽ 206.55 സ്ട്രൈക്ക് റേറ്റോടെ 252 റൺസും സ്കോർ ചെയ്തു. ഓരോ സെഞ്ചുറിയും 50യും ഉൾപ്പെടെയാണിത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ ഒരു യുവ പ്രതിഭയാണ് അദ്ദേഹം. ഏറ്റവും പ്രായം കുറഞ്ഞ അരങ്ങേറ്റക്കാരൻ എന്ന റെക്കോർഡ് വൈഭവ് സൂര്യവംശിക്കാണ്. 2025 IPL സീസണിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി അരങ്ങേറുമ്പോൾ അദ്ദേഹത്തിന് 14 വയസ്സും 23 ദിവസവും മാത്രമായിരുന്നു പ്രായം. പുരുഷന്മാരുടെ 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും വൈഭവ് സൂര്യവംശിയുടെ പേരിലാണ്. IPL-ലെ മികച്ച പ്രകടനത്തിന് രാജസ്ഥാൻ റോയൽസ് ഉടമകളിൽ നിന്ന് മെഴ്സിഡസ് ബെൻസും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൽ നിന്ന് 10 ലക്ഷം രൂപയും സമ്മാനമായി ലഭിച്ചു. ഇന്ത്യ അണ്ടർ 19 ടീം മികച്ച പ്രകടനങ്ങളിലൂടെ ഇന്ത്യ അണ്ടർ 19 ടീമിൽ ഇടം നേടിയ വൈഭവ് നിലവിൽ ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. വൈഭവ് സൂര്യവംശി തന്റെ പ്രായത്തെ അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങളിലൂടെ ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുകയും ഭാവിയിലെ ഒരു വലിയ താരമായി വളർന്നു വരുമെന്ന പ്രതീക്ഷയും നൽകുന്നുണ്ട്.